അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ്, അവൻ എൻ്റെ കണ്ണുനീര് കണ്ടിട്ടുണ്ട്, എൻ്റെ വിഷമങ്ങളെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ പറയുന്നുവെങ്കിലും നമ്മുടെ വിശ്വാസത്തിൽ എവിടെയൊക്കെയോ ചില കുറവുകളുണ്ട്. അനുദിനം നമ്മൾ വചനം കേൾക്കുമ്പോൾ എന്ത് ചെയ്യുക? നമ്മുടെ വിശ്വാസം വർദ്ധിക്കുക, അല്ലേ? നമ്മുടെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നമുക്കൊരു വചനം വായിക്കാം. യെശയ്യാ പ്രവചനം അതിൻ്റെ 25-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം നമ്മളൊന്ന് വായിക്കുക. അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും, സകലരുടെയും കണ്ണുനീർ അവിടുന്ന് തുടച്ചു മാറ്റും, തന്റെ ജനത്തിന്റെ അപമാനം ഭൂമിയിൽ എല്ലായിടത്തു നിന്ന് അവിടുന്ന് നീക്കിക്കളയും. ശ്രദ്ധിക്കണേ, അതായത് അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും. ഇത് യേശുക്രിസ്തുവിനെ കുറിച്ചായി പ്രവചനം കിടക്കുന്നത്, അല്ലേ? അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ്. മരണമേ നിന്റെ ദംശനം എവിടെ? മരണമേ നിന്റെ കാരമുള്ളെവിടെ? നിനക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ലല്ലോ. യേശുവിനെ മരണത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ? എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ? ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. മരണമേ നിന്റെ ദംശനം എവിടെ? മരണത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. കാരണം എന്താ? മരണത്തെ ജയിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റ് അവൻ വന്നു. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അവൻ മരണം എന്നേക്കും നീക്കിക്കളയും എന്നാണ് പ്രവചനം കിടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, മരണം നീങ്ങിപ്പോയോ? മരണം നീങ്ങിപ്പോയോ? ഇന്നും മരണത്തെക്കുറിച്ച് ഭയമുള്ളവരാ പലരും. പല വ്യക്തികളും മരണത്തെക്കുറിച്ച് ഭയത്തിലാ. ഇന്നും മരണത്തെക്കുറിച്ചൊരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ തുടങ്ങിയ ടെൻഷനാകും. കർത്താവേ, വീട്ടിലെത്തില്ലേ? ദൈവമേ, ഭർത്താവിനെ കാണാൻ പറ്റത്തില്ലേ? ഭാര്യനെ കാണാൻ പറ്റത്തില്ലേ? കുഞ്ഞുങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ മരണം നീങ്ങി പോകുമോ? ഇങ്ങനൊരു ടെൻഷൻ നമ്മുടെ ഉള്ളിൽ നിൽക്കുക, അല്ലേ? അപ്പോൾ മരണത്തെ അവൻ നീക്കി, എന്നേക്കുമായി നീക്കി. നമ്മളെ വചനം എങ്ങനെയല്ലേ വായിച്ചത്? അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും. സദാകാലത്തേക്കും അവൻ എന്ത് ചെയ്യും? മരണത്തെ നീക്കിക്കളയും. ഞാൻ ചോദിക്കുന്നത്, യേശു ക്രിസ്തു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, അതിനുശേഷം മരണത്തെ നീക്കിക്കളയും എന്നുള്ള പ്രവചനം സംഭവിച്ചോ ഇല്ലയോ? നമ്മൾ നോക്കുമ്പോൾ ഇന്നും മരണം നിലനിൽക്കുക, അല്ലേ? ഹോസ്പിറ്റലിൽ മുഴുവൻ മരണത്തിൻ്റെ ഡെത്ത് റേറ്റ് ഒരുപാട് കൂടുതലാണ്. പക്ഷേ ഒരു ക്രിസ്ത്യാനി അവൻ്റെ വിശ്വാസത്തിൽ, ഈ തവണത്തെ നമ്മുടെ ന്യൂ ഇയറിൻ്റെ നമ്മുടെ യേശുവിൻ്റെ ഉയർപ്പ് തിരുനാളിൻ്റെ അന്ന് നമ്മളൊരു പോസ്റ്റർ ഇട്ടു, ക്രിസ്ത്യാനിക്ക് മരണമെന്നൊന്ന് ഇല്ല, പകരം നമുക്കൊരു കടന്നുപോക്ക് മാത്രമേ ഉള്ളൂ എന്നൊരു പോസ്റ്റർ നമ്മൾ ജീസസ് വിഷനിൽ നിന്നും അങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ ഇട്ടത്. എല്ലാവരും സ്റ്റാറ്റസ് ഇട്ടു, ഒത്തിരി പേര്. കാരണം എന്താ? ഒരു ക്രിസ്ത്യാനിയുടെ വിശ്വാസം അതാണ്, എൻ്റെ മരണം എൻ്റെ കർത്താവ് നീക്കിക്കളഞ്ഞു, ഇനി സന്തോഷകരമായ ദിവസങ്ങളേ ഉള്ളൂ, ഞാൻ പോകുന്നത് ദൈവ സാന്നിധ്യത്തിലേക്കാണെന്നൊരു വിശ്വാസം നമുക്കുണ്ടാവും. ഓക്കെ, യെശയ്യാ പ്രവചനത്തിൻ്റെ ആ വാക്ക് അവിടെ നിൽക്കട്ടെ. നിങ്ങൾ യെശയ്യാ ഒരു 2-3 അധ്യായം, 38 വരാമോ? യെശയ്യാ 38 വന്നിട്ട് നമ്മളവിടെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ച് ചില കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. യെശയ്യാ 38 1-ാം വാക്യം മുതലൊന്ന് വായിക്കാം, കുഴപ്പമില്ല. ആ ദിവസങ്ങളിൽ ഹെസക്കിയ രോഗിയാവുകയും മരണത്തോടടുക്കുകയും ചെയ്തു. ശ്രദ്ധിക്കണേ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഹെസക്കിയ രോഗിയായി എന്നുള്ള സംഭവം നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ 1-2 വാക്യങ്ങൾ നമുക്കവിടെ വായിക്കാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ രോഗിയായി അവൻ വളരെ കഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ ആമോസിൻ്റെ പുത്രനായ യെശയ്യാ പ്രവാചകൻ അവനെ സമീപിച്ചു പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഭവനം, നിന്റെ അധികാരം, നിന്റെ കുടുംബം, നിന്റെ ഭാവി, മറ്റു കാര്യങ്ങളെല്ലാം നീ ക്രമപ്പെടുത്തുക. കാരണം നീ സുഖപ്പെടത്തില്ല, നീ മരിക്കും, നീ തിരിച്ചു വരത്തില്ല, മരണം നിന്നെ ഗ്രസിക്കും, മരണത്തിൻ്റെ കാരമുള്ള നീ ഇതാ അനുഭവിക്കാൻ പോവുകയാ. അതുകൊണ്ട് നിന്റെ കുടുംബം നീ ഒന്ന് ക്രമപ്പെടുത്തണം. 3-ാം വാക്യം വായിക്കുമ്പോൾ, കർത്താവെ, ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിച്ചെന്നും അങ്ങേക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചു എന്നും അങ്ങിപ്പോൾ അനുസ്മരിക്കണമേ. ശ്രദ്ധിക്കണേ, ഹെസക്കിയ പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും നിന്നോട് തീക്ഷ്ണമായി നിന്നു, ഞാൻ എപ്പോഴും നിന്നോട് അനുസരണമുള്ളവനായിരുന്നു, ഞാൻ എപ്പോഴും നിന്റെ വചനം പാലിച്ചു, ഞാനിതെല്ലാം ചെയ്തു, എല്ലാം ചെയ്തു, അല്ലേ? ആ വാക്യം ഒന്നുകൂടി വായിച്ചോ. ഹെസക്കിയ പറഞ്ഞ കാര്യം ഒന്ന് വായിച്ചോ. 3-ാം വാക്യം ഒന്ന് വായിക്കേ. കർത്താവേ, ഞാൻ വിശ്വസ്തയോടും. ഓക്കെ, അപ്പൊ വിശ്വസ്തതയുണ്ട് അവന്റെ കൂടെ. 1, 2 പൂർണ്ണ ഹൃദയത്തോടും. അവൻ പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തോട് ചേർന്നിരിക്കുകയായിരുന്നു. 2 വായിച്ചോ. അങ്ങയുടെ മുമ്പിൽ വ്യാപരിച്ചുവെന്നും. അതായത് ദൈവത്തിന്റെ മുൻപിൽ ഹെസക്കിയ ആയ രാജാവ് വ്യാപരിച്ചത് അതിന് മുൻപുള്ള രാജാക്കന്മാർ ചെയ്ത തിന്മ പോലെയല്ല, പകരം നന്മയാണ്, പൂർണ്ണ ഹൃദയത്തോടെയാണ്, മാത്രമല്ല ദൈവത്തോട് വിശ്വസ്തനായിരുന്നു എന്ന് വ്യക്തമായിട്ട് പറയുന്നു. താഴോട്ട് വായിക്കുമ്പോൾ, എപ്പോഴും അങ്ങേക്ക് പ്രീതികരമായി എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങിപ്പോൾ അനുസ്മരിക്കണം. അതായത് ഹെസക്കിയ ദൈവത്തിന് പ്രീതികരമായതാ ചെയ്തത്, ദൈവത്തിന് പ്രീതികരമായി ചെയ്തത്. എപ്പോഴും ഒരു ന്യായീകരണം വരാറുണ്ട്. അതായത് ഞങ്ങൾ വിഗ്രഹം വെക്കുന്നു, ഞങ്ങൾ ഫോട്ടോ വെക്കുന്നു, ഞങ്ങൾ ദേവാലയത്തിൻ്റെ അകത്ത് വിഗ്രഹങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുന്നു, അതിനൊക്കെ ഞങ്ങൾക്ക് പറയാൻ കൃത്യമായൊരു കാരണമുണ്ട്. ഞങ്ങളെന്ന് ഉദ്ദേശിച്ചത് ആരാന്ന് മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾ വേണമെങ്കിൽ മനസ്സിലാക്കിയാൽ മതി, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായൊരു കാരണമുണ്ട്.
അപ്പോൾ അതെന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ ആദ്യം പറയുന്ന കാര്യമാണ്, ഇതാ മോശ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി, ഞങ്ങളോ ഇവിടെ ചില പിച്ചള സർപ്പത്തിൻ്റെ പോലെ ചിലത് ഞങ്ങൾ ഉണ്ടാക്കുന്നു, ഉയർത്തുന്നു, നിർത്തുന്നു, കാണിക്കുന്നു. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. നിങ്ങൾക്കത് മനസ്സിലാകാത്തത് കൊണ്ടാണ്. നിങ്ങൾ പെന്തക്കോസ്തക്കാരാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യും? മുദ്ര കുത്തും. നമ്മളിപ്പോഴും കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഈ ശുശ്രൂഷയുടെ കൂടെ നടന്നിട്ടും ഈ ശുശ്രൂഷയിലായിരുന്നിട്ടും നമ്മൾ ഈ ചർച്ചിൽ നിന്നും വിട്ടുപോകാതെ നിന്നിട്ടും നമ്മൾ എന്ത് ചെയ്യും? മുദ്ര കുത്തും. നിങ്ങൾ ആരാണ്? നിങ്ങൾ പെന്തക്കോസ്താണെന്ന് പറഞ്ഞിട്ട് നമ്മൾ മുദ്ര കുത്തും. ഈ സ്ഥിരം പരിപാടിയാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ ഹെസക്കിയ ചെയ്തൊരു പ്രവൃത്തി, ഇവിടെ വചനം ഹെസക്കിയ ദൈവത്തോടാണ് പറയുന്നത്, അല്ലേ? മനുഷ്യരോടല്ല. ഹെസക്കിയ ദൈവത്തോട് പറഞ്ഞ വാക്യം എന്താണ്? നിങ്ങളൊന്ന് വായിച്ചേ. പൂർണ്ണ ഹൃദയത്തോടുകൂടെ ഞാൻ അങ്ങയുടെ മുൻപിൽ വ്യാപരിച്ചുവെന്നും അങ്ങേക്ക് പ്രീതികരമായത്, അങ്ങേക്ക് ഇഷ്ടമുള്ള പ്രവൃത്തി, അങ്ങേക്ക് ഹിതകരമായ പ്രവൃത്തി ഞാൻ എന്ത് ചെയ്തു? ഞാൻ ചെയ്തു എന്ന് ദൈവത്തിൻ്റെ മുൻപിൽ ഹെസക്കിയ പറയുകയാണ്. എന്തൊക്കെയാണ് ഈ ഹിതകരമായ പ്രവൃത്തി? നമ്മൾ ഹെസക്കിയ രാജാവിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അറിയാം. അവിടെ ഉണ്ടായിരുന്ന അശേര ദേവതകളെ, തിന്മയുടെ സ്വാധീനങ്ങളെല്ലാം എന്ത് ചെയ്തു? ഹെസക്കിയ നീക്കം ചെയ്തു. അന്യ ആരാധനകൾ അവൻ മാറ്റി. ഇസ്രായേലിന് ഒരേ ഒരു ദൈവമുള്ളൂ, അവനാണ് ശക്തനായ യഹോവ, സൃഷ്ടാവായ ദൈവം, അവനെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് എന്ന് ആര് പ്രസ്താവന ഇറക്കി? ഹെസക്കിയ ശക്തമായിട്ട് പ്രഖ്യാപിക്കുകയും അത് അവൻ്റെ രാജ്യത്ത് നടപ്പിലാക്കുകയും ചെയ്തു. മാത്രമല്ല, മോശ ഉണ്ടാക്കിയ പിച്ചള സർപ്പത്തെ, ഓട്ടു സർപ്പത്തെ ജനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ധൂപാർപ്പണ നടത്താൻ തുടങ്ങി, ആരാധിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ അതിന് മുൻപിൽ കുമ്പിടുകയും ധൂപാർപ്പണ നടത്തുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഹെസക്കിയ എന്ത് പറഞ്ഞു? അതുകൊണ്ട് തകർത്ത് കളയുക. കാരണം മനുഷ്യൻ വഴിതെറ്റിപ്പോകാൻ ഇടയാകരുത്. മനുഷ്യൻ ഒരു അംശം പോലും വഴിതെറ്റിപ്പോകാൻ ഇടയാകരുത്. എനിക്ക് തോന്നുന്നു ഹെസക്കിയയ്ക്ക് ഒരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. ഹെസക്കിയയ്ക്ക് ഒരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. ഇത് മോശയോട് ദൈവം പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാ. പക്ഷേ ഇത് കണ്ടുകൊണ്ട് ഒരു വ്യക്തി പോലും തിന്മയിലേക്ക് പോകാനിട വരരുത്. ഇത് വ്യക്തമായി വെളിപ്പെടുത്തുന്ന യേശുവാ. യേശു പറയുന്നൊരു വാക്യമുണ്ട്, നിന്റെ സഹോദരനൊരുവന് ഇടർച്ച തോന്നാതെ ഇരിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നിന്റെ സഹോദരൻ, ഇപ്പം ഞാനൊരു തിന്മ ചെയ്യുന്നത് കണ്ടു, പ്രിയപ്പെട്ട ഈ മകൻ, ഇവൻ വചനമോ ദൈവമോ എന്ന് ദൈവത്തെ അറിയാത്തൊരുവനാണെങ്കിൽ, ഇവൻ ഞാൻ ചെയ്യുന്നത് കണ്ട് ഇവൻ തിന്മയിലേക്ക് പോയാൽ എൻ്റെ കഴുത്ത് തിരികല്ല് കെട്ടി ഞാൻ എന്ത് ചെയ്യണം? ഞാൻ കടലിൽ തള്ളുന്നതിനാണ് കുറച്ച് നല്ലത്. അതായത് ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നതിനേക്കാൾ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ കഴുത്തിൽ തിരികല്ല് കെട്ടി ഞാൻ പോയി കിടക്കുന്നതാണ് നല്ലത്. ഇതാരാ പറഞ്ഞേ? യേശു പറഞ്ഞേ, അല്ലേ? ഇതാണ് ഹെസക്കിയ അവിടെ നടപ്പിലാക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഒരു വ്യക്തി പോലും വഴിതെറ്റി പോകരുത്. എല്ലാവരും വന്ന് ധൂപാർച്ചന നടത്തുന്നൊന്നുമില്ല. യഹൂദരുടെ മിഷ്നയിലോ അവരുടെ ആരാധന രീതികളിലോ ഈ പറയുന്ന ധൂപാർച്ചന, അതായത് ഈ പറയുന്ന ഈ ഓട്ട് സർപ്പത്തിന് അല്ലെങ്കിൽ ഈ പിച്ചള സർപ്പത്തിന് ധൂപാർപ്പണം നടത്തണമെന്ന് ഒരു നിഷ്കർഷവുമില്ല. പുരോഹിതർ അങ്ങനെ ചെയ്യുന്നുമില്ല കാര്യമായിട്ട്. പക്ഷേ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുകയോ ചെയ്ത ഒരുവൻ പോലും വഴിതെറ്റി പോകരുത്. അതിനു വേണ്ടിയിട്ടാണ് ഹെസക്കിയ പ്രവൃത്തി ചെയ്യുന്നത്. മാത്രമല്ല, അത് തച്ചുടച്ച് നശിപ്പിച്ച് ഇല്ലായ്മ ചെയ്ത് തകർത്തെറിഞ്ഞു അതിനെ. എന്നിട്ട് ഹെസക്കിയ ദൈവത്തോട് പറയാണ്, എന്താ പറഞ്ഞേ? ഞാൻ നിനക്ക് പ്രീതികരമായത് ഞാൻ ചെയ്തു. ഞാൻ നിനക്ക് പ്രീതികരമായി ചെയ്തു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ പ്രവൃത്തി ദൈവത്തിന് പ്രീതികരമാണോ? നമ്മൾ വിഗ്രഹത്തിനെതിരെ സംസാരിക്കുന്നത് ദൈവത്തിന് പ്രീതികരമാണോ? ആണോ? വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾ കൃപാസനത്തെ നടക്കുന്ന തിന്മകൾ അത് യേശുവിൻ്റെ അല്ല, ദൈവത്തിൻ്റെ അല്ല എന്ന് നമ്മൾ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. ഇത് ദൈവത്തിന് പ്രീതികരമാണോ അല്ലയോ? ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നിങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയിൽ ഞാൻ വീണ്ടും ഈ കഴിഞ്ഞ ദിവസം ഒരു പത്രം വായിക്കാനിടയായി, ഫ്രണ്ട് പേജ്. അപ്പോൾ ഫ്രണ്ട് പേജ് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വലിയൊരു ന്യായീകരണ പോസ്റ്റർ അതിൻ്റെ അടിയിൽ. അതായത് ഈ പത്രത്തിൽ പറയുന്ന സാക്ഷ്യങ്ങൾ, ഈ പത്രത്തിൽ പറയുന്ന അനുഭവ സാക്ഷ്യങ്ങൾ ആ പറയുന്ന വ്യക്തിയുടെ മാത്രം ഉത്തരവാദിത്തമാണ്. ഇതുമായി പ്രിയപ്പെട്ട അച്ഛനോ ഈ പറയുന്ന ദേവാലയത്തിനോ ഈ പറയുന്ന സഭയ്ക്കോ ഒരു ഉത്തരവാദിത്വമില്ല. അതായത് ആരെങ്കിലും ഇതിനകത്ത് പേപ്പർ വിഴുങ്ങാൻ പറഞ്ഞാലും, ആരെങ്കിലും പേപ്പർ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞാലും ഇതിന് സഭയ്ക്കോ ഈ പറയുന്ന സമൂഹത്തിനോ ഞങ്ങൾക്ക് ആർക്കും എന്തില്ല, ഒരു ഉത്തരവാദിത്വവും ഇല്ല. മത്തങ്ങാക്ഷരത്തിൽ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക. കാരണം എന്താ? നമ്മളാണ് ആദ്യം ഇതിനെ ഓടിച്ചിട്ടടിച്ചത്. ഇത് ക്രിസ്തീയമല്ല എന്ന് പറഞ്ഞ് പരസ്യമായി സോഷ്യൽ മീഡിയയിൽ നമ്മളാണ് വീഡിയോ ഇട്ടത്. ഈ ഇൻസ്റ്റിറ്റ്യൂഷനാണ് വീഡിയോ ഇട്ടത്. ഇത് കഴിഞ്ഞപ്പോൾ അവർക്ക് സ്ഥിരം ശല്യം സഹിക്കാനാവാതെ അവരെന്ത് ചെയ്തു? ഇത് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടേക്കാം. അപ്പോൾ ഇപ്പോൾ എല്ലാ പത്രവും നിങ്ങളെടുത്ത് വായിച്ചു നോക്കിക്കോ. പത്രത്തിൻ്റെ അടിയിൽ തന്നെ വലിയ അക്ഷരത്തിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കാം. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ന്യായീകരണം എവിടെ നിൽക്കുന്നതെന്ന് അറിയാമോ?
ആരെങ്കിലും ഇത് കണ്ട് ദുഷ്പ്രേരണയ്ക്ക് കാരണമായി ആരെങ്കിലും വഴിതെറ്റിപ്പോയാൽ എൻ്റെ കഴുത്ത് തിരികല്ല് കെട്ടി ഞാൻ ഇടാൻ തയ്യാറല്ല. അത് നിങ്ങൾ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദി. ഐ ആം ഫ്രീ. പറഞ്ഞു മനസ്സിലായോ? ഞാനിതിന് ഉത്തരവാദിയല്ല. ആരെങ്കിലും പേപ്പർ വിഴുങ്ങിയോ, ഇനി ആരെങ്കിലും യേശുവിൽ നിന്ന് വഴിതെറ്റി പോവുകയോ, ഇതെന്ത് ചെയ്താലും ഞാൻ ഇതിനകത്തൊന്നും ഉത്തരവാദിയല്ല. എനിക്ക് പണം മാത്രം മതി. പത്രം വിറ്റിട്ടുള്ള കാശും ഇവിടെയുള്ള നേർച്ചകളും തിരിയും മറ്റ് സംഭവങ്ങൾക്കുള്ള പണം മാത്രം മതി. ഇതിനകത്തുള്ള നിങ്ങളുടെ ആത്മാവിൻ്റെ ഉത്തരവാദിത്വമൊന്നും എനിക്ക് ഏറ്റെടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വഴിതെറ്റി പോവുകയോ നേരെ പോവുകയോ വരിഞ്ഞു പോവുകയോ എന്താണെന്ന് വെച്ചാൽ അയക്കും. എന്നാലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. നമ്മൾ അതുകൊണ്ടാണ് ഇതിന് സംസാരിക്കുന്നതിനെതിരെ ശക്തമായി നമ്മൾ പ്രതികരണങ്ങൾ കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? വളരെ വ്യക്തമായി നമ്മൾ ഇനി താഴോട്ടുള്ള വചനം വായിച്ചേ. അതായത് ഹെസക്കിയ പറഞ്ഞു, ദൈവമേ അങ്ങേക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചു. ശ്രദ്ധിക്കണേ, എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങ് ഇപ്പോൾ അനുസ്മരിപ്പിക്കണമേ. അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. അടുത്ത വാക്യം, അതായത് ഇതിന് രണ്ട് തലങ്ങളുണ്ട് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയത്തിന്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അടുത്ത വാക്യം ഒന്ന് വായിക്കാൻ പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ബൈബിളിൽ തന്നെ ഒന്ന് വായിച്ചു. അടുത്ത വാക്യം ഒന്ന് വായിച്ചു. അനന്തരം ഹെസക്കിയ വേദനയോടെ കരഞ്ഞു. ശ്രദ്ധിക്കണേ, അനന്തരം ഹെസക്കിയ വേദനയോടെ കരഞ്ഞു. അവിടെ ഹെസക്കിയ വിശ്വസ്തപൂർണ്ണമാണ് നിന്നത്, വിശ്വാസപൂർവമാണ്, ദൈവത്തിന് പ്രീതികരമാണ്, പൂർണ്ണ മനസ്സോടെയാണ്. മൂന്ന് കാര്യങ്ങളല്ലേ. അവൻ വിശ്വസ്തനായിരുന്നു, ദൈവത്തിന് പൂർണ്ണ ഹൃദയം സമർപ്പിച്ചവനാണ്, ദൈവത്തിന് പ്രീതികരമായതാണ് എപ്പോഴും അവൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് അവൻ കരഞ്ഞത്? ഇങ്ങനൊരു വാക്യം, പിന്നെ എന്തിനാണ് അവൻ കരഞ്ഞത്? കാരണം അവൻ്റെ മരണം അടുത്തു എന്നുള്ളതാണ് അവൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു പ്രവചനം. പക്ഷേ അവൻ കരഞ്ഞ പ്രാർത്ഥിക്കുന്നത് അല്ലേ. ഇപ്പം എനിക്ക് തോന്നുന്നു ജൂലി സിസ്റ്റർ ഇപ്പം ജസ്റ്റ് പറഞ്ഞിട്ട് പോയൊരു കാര്യമുണ്ട്. ദൈവദാസന്മാരാണെങ്കിലും ചില കഷ്ടതകളും ചില പ്രതിസന്ധികളും എല്ലാം ഉണ്ടാകാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെ സമർപ്പിച്ച് നമ്മുടെ മുട്ടുമേൽ നിന്ന് കർത്താവേ ഞാൻ കുറവുള്ളവനാണെന്ന് പറയുമ്പോൾ ദൈവം ഇറങ്ങി വരുന്നവനാണ്, അല്ലെങ്കിൽ ദൈവം പ്രവർത്തിക്കുന്നവനാണ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ശ്രദ്ധിക്കണേ, നമ്മൾ ഇപ്പോൾ ഈ വചനം വായിച്ചിട്ട് താഴോട്ട് വായിക്കുമ്പോൾ അവിടെ യെശയ്യായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി, നീ ചെന്ന് ഹെസക്കിയായോട് പറയുക, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിക്കുന്നു, നിന്റെ കണ്ണുനീർ ഞാൻ ദർശിക്കുന്നു. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിക്കുന്നു, നിന്റെ കണ്ണുനീർ ഞാൻ ദർശിക്കുന്നു. നമ്മൾ എത്ര വിശുദ്ധനാണെന്ന് പറയുമ്പോഴും, ഞാൻ എത്ര ഉന്നതനാണെന്ന് പറയുമ്പോഴും, ഞാൻ എത്ര അറിവുള്ളവനാണെന്ന് പറയുമ്പോഴും, ഇതെല്ലാം നിൽക്കുമ്പോഴും ഒരു ചെറിയൊരു കാര്യമുണ്ട്. നിന്റെ പ്രാർത്ഥനയിൽ അലിഞ്ഞു ചേരേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഞാൻ പാപിയാണ് കർത്താവേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കരഞ്ഞുള്ളൊരു പ്രാർത്ഥന. ശ്രദ്ധിച്ചോ? ഹെസക്കിയ തൻ്റെ നീതിപൂർവമായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ മുൻപിൽ വെക്കുന്നത്. പക്ഷേ അവൻ എന്ത് ചെയ്യാണ്? അവൻ കരഞ്ഞാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് അല്ലേ. അവൻ കണ്ണുനീർ വാർത്തുകൊണ്ട്, അവൻ കരഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക, കർത്താവേ എന്നോട് കരുണയുണ്ടാകണമേ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ കണ്ണുനീരിന് ഒരുപാട് കാലം കഴിഞ്ഞിട്ടല്ല ഫലം കൊടുക്കുന്നത്. ദൈവം കണ്ണുനീരിന് ഊട്ടനടി ഫലം കൊടുക്കുക. വലിയ താമസമുണ്ടോ? ഇല്ല. ഏശയ്യ പ്രവാചകൻ, നിങ്ങൾ ശ്രദ്ധിക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകൻ, അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് ഏശയ്യ 53 വായിക്കുമ്പോൾ നമുക്കിങ്ങനെ എന്താ പറയുക, നമ്മൾ എന്തെന്നില്ലാത്ത, പ്രത്യേകിച്ച് ആ യേശുവിൻ്റെ കാൽവരി ക്രൂശിനെയൊക്കെ ഓർത്തുകൊണ്ട് ഏശയ്യ 53 വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. കണ്ണുനീര് കൊണ്ട് നമ്മളിങ്ങനെ എന്താ പറയുക, നമ്മുടെ മുഖം കഴുകാൻ കഴിയുന്ന അത്രത്തോളം എനിക്ക് വേണ്ടി എൻ്റെ യേശു ചെയ്ത കാര്യങ്ങളെ ഓർത്ത് നമ്മൾ കരയാതെ ഒരു നിമിഷം നിൽക്കത്തില്ല. അപ്പം ഇത്തരം വലിയ കാര്യങ്ങൾ പ്രവചിച്ച പ്രവാചകനെ ദൈവം എന്ത് ചെയ്യുക? ഇത് പ്രവചിച്ചു പോയി. നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ ഈ ഹെസക്കിയായുടെ രാജാങ്കണത്തിൻ്റെ പുറത്തോട്ട് എത്തുന്നതിന് മുൻപ് ദൈവാത്മാവ് ഏശയ്യായെ വിളിച്ചു, ഏശയ്യാ നീ തിരിച്ചു ചെല്ലണം, അടുത്ത പ്രവചനം നീ പ്രവചിക്കണം, അവന് 15 വർഷത്തേക്ക് അവൻ്റെ ആയുസ്സിനെ നീട്ടിക്കൊടുക്കണം. കാരണം മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ദൈവം ഇതാ കണ്ണുനീര് കൊണ്ട് നിന്റെ മരണത്തെ മാറ്റിവെക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഹെസക്കിയായുടെ കണ്ണുനീര് കൊണ്ട് അവൻ്റെ മരണത്തെ 15 വർഷത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് കർത്താവ് ഒരു കാര്യം കാണിക്കുക. കണ്ണുനീരിനൊരു ഫലമുണ്ട്. കണ്ണുനീരിന് ഒരു ഫലമുണ്ട്. നിന്റെ കണ്ണുനീരിനെ കുപ്പിയിൽ ശേഖരിക്കുന്നൊരു ദൈവമുണ്ട്. നിന്റെ വിഷമങ്ങളെ, നിന്റെ ദുഃഖങ്ങളെ, നിന്റെ വേദനകളെ കർത്താവ് സ്വീകരിക്കുന്നവനാ. അവൻ അതിന് പരിഹാരം നൽകാൻ കഴിവുള്ളവനാണെന്ന് ദൈവം നമ്മുടെ മുൻപിൽ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. നമ്മുടെ കണ്ണുകളൊക്കെ നടച്ചേ, കണ്ണുകളൊക്കെ നടച്ചേ. നമ്മുടെ ഹൃദയങ്ങളെ മുമ്പിലേക്ക് എല്ലാവരുടെയും കണ്ണുകളൊക്കെ നടച്ചേ.
ഹെസക്കിയ പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് എത്ര പേർക്ക് ഹെസക്കിയയുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ കഴിയുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ദൈവത്തിന് മുൻപിൽ വിശ്വസ്തനും ദൈവത്തിന് മുൻപിൽ പൂർണ്ണ ഹൃദയത്തോടും ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുകയും ചെയ്യുന്ന എത്ര വ്യക്തികൾ ഇവിടെ ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പില്ല. പക്ഷേ ഞാൻ പാപിയാണെങ്കിലും, ഞാൻ പാപത്തിൻ്റെ ചെക്കുഴിയിൽ വീണവനാണെങ്കിലും, കർത്താവിൻ്റെ ഒരു സ്പർശനമുണ്ടെങ്കിൽ, അവനൊന്ന് മൃദുവായി എന്നെ തൊടാൻ കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് എനിക്കിന്ന് സൗഖ്യം പ്രാപിക്കാൻ സാധിക്കും. ഹെസക്കിയ സൗഖ്യം പ്രാപിച്ചതുപോലെ അവൻ്റെ മരണകരമായ രോഗത്തിൽ നിന്നും, മരണകരമായ അവൻ്റെ കഷ്ടതയിൽ നിന്നും അവൻ സൗഖ്യം പ്രാപിച്ചതുപോലെ ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും സൗഖ്യം പ്രാപിക്കാൻ സാധിക്കും. കാരണം നമ്മുടെ ദൈവം ശക്തനാണ്, നമ്മുടെ ദൈവം ശക്തിയുള്ളവനാണ്. നമ്മുടെ ഹൃദയത്തിലൊന്ന് ചേർത്ത്, നമ്മുടെ കരങ്ങളൊന്ന് ചേർത്ത് പിടിച്ചേ. ഹെസക്കിയായുടെ അവൻ്റെ കണ്ണുനീരുകൾ കർത്താവ് കണ്ടു, അവൻ്റെ പ്രാർത്ഥനയോ ദൈവം കേട്ടുവെങ്കിൽ ഇന്ന് നമ്മുടെ കണ്ണുനീരൊന്ന് കർത്താവിൻ്റെ മുൻപിൽ ഒന്ന് സമർപ്പിക്കാൻ സാധിക്കുമോ? കർത്താവ്, ഞാൻ പാപിയാണ്, ദൈവമേ ഞാൻ തിന്മ ചെയ്തവനാ, യേശുവേ ഞാൻ നിന്റെ മുന്നിൽ പാപം ചെയ്യുന്നവനാ. കർത്താവ്, പലപ്പോഴും ഞാൻ പാപത്തെ വെറുത്തുപേക്ഷിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായി നിൽക്കാനാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. എന്നാൽ പല നിമിഷത്തിലും ദൈവമേ നീ ആഗ്രഹിക്കാത്ത, നീ ഇഷ്ടപ്പെടാത്ത പല പാപത്തിലേക്ക്, പലവിധ തിന്മയിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. കർത്താവേ, എന്നോട് കരുണയുണ്ടാകണമേ, എന്നോട് കരുണയുണ്ടാകണമേ. എന്നെ മൃദുവായി ഒന്ന് തൊടണം യേശുവേ. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം എത്ര പേരെന്ന് സ്പർശിച്ച് ആഗ്രഹിക്കുന്നു, സ്പർശിച്ചറിയുവാൻ. കർത്താവേ, നീ എന്നെ ഒന്ന് തൊടണമേ യേശുവേ. നിന്റെ തിരിക്കരം, തോമസിന്റെ മുൻപിൽ കൊണ്ടുവന്ന് നീട്ടിയ കരം, ആണി പഴുതുകളുള്ള കരം യേശുവേ, എന്റെ ശിരസിലൊന്ന് വെക്കണമേ അപ്പ. എന്റെ പാപങ്ങളൊന്ന് കഴുകണമേ യേശുവേ. എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണല്ലോ കർത്താവേ നീ കാൽവരിയിൽ ക്രൂശിതനായത്. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ യേശുവേ, നീ തോമസിന്റെ മുൻപിൽ വന്ന് പറയുന്നുണ്ട്, തോമസേ അവിശ്വാസിയാകാതെ വിശ്വാസിയാകുക. നിന്റെ കൈ ഇവിടെ കൊണ്ടുവരിക, എന്റെ കരത്തിൽ നീ ഒന്ന് സ്പർശിക്കുക യേശുവേ. നീ ഒന്ന് സ്പർശിച്ചാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും. നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. ഹൃദയം ഒന്ന് കർത്താവിന്റെ മുൻപിൽ സമർപ്പിച്ച്, ഹൃദയം ഇനിയെന്നും നിൻവാസഗേഹമാകും. ഒരിക്കൽ കൂടി പാടിയേ, മൃദുവായി നീ തൊടുകിൽ, മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. ഹൃദയം എന്ന് പൂർണ്ണമായി സമർപ്പിച്ച്, ഹൃദയം യേശുവേ നിന്റെ ആലയമായി മാറ്റണമേ. ഇനിയെന്നും നിൻവാസഗേഹമാകും. കൺമുൻപിൽ നീ ഇല്ലെങ്കിൽ, കൺമുന്നിൽ നീ ഇല്ലെങ്കിലും വിശ്വാസത്താലെ കാണും നിതാ. കൺമുന്നിൽ നീ ഇല്ലെങ്കിലും വിശ്വാസത്താലെ കാണും നിതാ. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. ഹൃദയം ഇനിയെന്നും നിൻവാസഗേഹമാകും. ദൈവസന്നിധിയിൽ നിന്ന് പൂർണ്ണമായി സമർപ്പിച്ച കർത്താവേ, ഞാൻ ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ യേശുവേ ഞാൻ അറിയുന്നു, ഞാൻ പാപത്തിന്റെ ചെക്കുഴിയിൽ നിന്നാണ് ഞാൻ ജീവിക്കുന്നത്. നാശകരമായ വിപത്തിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത്. യേശുവേ, എൻ്റെ ആത്മാവ് നാശത്തിലേക്കാണ്, എൻ്റെ ആത്മാവ് തിന്മയിലേക്കാണ് ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ. എനിക്കറിയത്തില്ല, എൻ്റെ പാപപരമായ ശരീരത്തെ ഞാൻ നിന്റെ മുൻപിലേക്ക് സമർപ്പിക്കുമ്പോൾ, എൻ്റെ ഹൃദയത്തെ സമർപ്പിക്കുമ്പോൾ ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു, എൻ്റെ ഹൃദയത്തെ മാറ്റാൻ കഴിവുള്ള, എൻ്റെ ഹൃദയത്തെ വിശ്വാസത്തിലേക്ക്, വിശുദ്ധിയിലേക്ക്, അനുഗ്രഹത്തിലേക്ക് മാറ്റാൻ കഴിവുള്ള എൻ്റെ യേശുവിൻ്റെ മുൻപിൽ ഞാൻ സമർപ്പിക്കുന്നത്. നാഥാ,
എൻ്റെ ഹൃദയത്തെ നിന്റെ ആലയമാക്കി മാറ്റണമേ. എൻ്റെ ഹൃദയത്തെ നിന്റെ ആലയമാക്കി മാറ്റുമ്പോൾ എൻ്റെ ആത്മനാശ ഭീതിയിൽ നിന്നും ഞാനിതാ നിത്യരക്ഷയിലേക്ക്, മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ എൻ്റെ യേശുവിൻ്റെ അരികിലേക്ക്, എൻ്റെ യേശുവിൻ്റെ പക്കലേക്ക് എനിക്ക് മാറാൻ സാധിക്കും. കർത്താവേ, അഭയം നീ മാത്രമാണ്. യേശുവേ, എൻ്റെ അഭയം നീ മാത്രമാണ്. എൻ്റെ കണ്ണുനീർ കാണുന്നവൻ നീ മാത്രമാണ്. ഞാൻ എൻ്റെ കണ്ണുനീരുകൾ കർത്താവേ നിന്റെ മുൻപിൽ സമർപ്പിക്കുക. എന്നെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ പാപങ്ങൾ, എൻ്റെ തിന്മകൾ ഇതാ എൻ്റെ കണ്ണുനീരിലൂടെ കർത്താവേ നിന്റെ മുൻപിലേക്ക് സമർപ്പിക്കുക. യേശുവേ, അവിടെ നിന്ന് ഏറ്റെടുക്കണമേ. അപ്പാ, നീ മാത്രമാണ് അഭയം. കർത്താവേ, നീ മാത്രമാണ് അഭയം. അപ്പാ, ആത്മനാശ ഭീതിയ നിരാശയിൽ ഞാൻ താഴുമ്പോൾ, ആത്മനാശ ഭീതിയ നിരാശയിൽ ഞാൻ താഴുമ്പോൾ, അഭയം നീ, അഭയം നീയേകി മുറിവിൽ നീ കഴുകി എൻ മോക്ഷം നീയല്ലോ. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. ഹൃദയം ഇനിയെന്നും നിൻ വാസഗേഹമാകും.